ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നറിയാം. ഈ സാധനത്തിൻ്റെ പേരെന്താ എനിക്കറിയില്ല കേട്ടോ. അതും കോവയ്ക്ക് കൂടി നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ. അങ്ങനെ ഇതെല്ലാം നല്ലപോലെ കഴുകി നല്ല വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ഞാനിത് സാധനം നടാതെ കേട്ടോ. ഇത് കണ്ടപ്പോൾ ഇതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ഉള്ള മീനും എല്ലാതും പാടെ കറി വെക്കണതല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ ഇതല്ലാതെ നല്ലപോലെ ഇതാ കഴുകിക്കിട്ടണം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ട് എന്തെങ്കിലും അറിയും. കോവയ്ക്ക് ഞാൻ അറിയാത്ത സാധനം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളി. അങ്ങനെ ഇതെല്ലാതും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി പാത്രത്തിൽ വെച്ചിട്ട് അതിന് ശേഷം എന്താക്കുന്നറിയാം, നമ്മൾ തേങ്ങ കിട്ടുക. തേങ്ങ ചതുകിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം ഇങ്ങനെ എന്തൊക്കെ കറി നോക്കിക്കൊണ്ടിരണം. എങ്ങനെ കറി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെങ്ങനെ കറി ഉണ്ടാക്കണമെങ്കിൽ പറയണേ. ഞാനിങ്ങനെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിരുന്നു. അതിനകത്ത് പിന്നെ ഇതാ തേങ്ങ ചെറുകിയതാ തേങ്ങയും അതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ട്, വെളുത്തുള്ളിയും എല്ലാം പാടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. അതിന് ശേഷം ചട്ടി അടുപ്പത്തിച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്കിതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അതിട്ട് അതിന് ശേഷം നമുക്കിതാ തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടല്ലോ. കറി നല്ല അടിപൊളി കറി കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. ചിലപ്പോൾ ചെയ്യാതെ കാണാൻ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. അങ്ങനെ തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില അങ്ങനെയൊക്കെ കറി വെച്ചിരുന്നുണ്ടാവോ കൂട്ടിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ കറി വെക്കുന്നവരെന്ന് പറയണേ, നിങ്ങളെങ്ങനെ കറി ഉണ്ടാക്കിയത്. പിന്നെ അതിലേക്ക് കുറച്ച് 2-3 മണി ചെറിയ ജീരകല്ലേ അതും ഇടണം. നല്ലുള്ളൂ ശരിയുള്ളൂ. ഇതിന് ശേഷം തേങ്ങയൊക്കെ വറുക്കൽ കഴിഞ്ഞു. ഇനി കറി വെക്കാനുള്ള പരിപാടി കേട്ടോ. ഞങ്ങളുടെ ഇങ്ങനെ ചെറിയൊരു കൊടുക്കണ്ട കേട്ടോ, കൊടുക്കുക. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇനി ആ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളോട് ഇങ്ങനെ ചെറിയ കലയുണ്ടോ? മംഗലം ഞങ്ങൾ ചെറിയ ചട്ടി ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ എന്തായാലും പറയാം, കൊടുക്കുണ്ടാകുന്ന ആളില്ലേ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ കലങ്ങളൊക്കെ ആവും. അതിനുശേഷം തേങ്ങ നമുക്ക് അരക്കട്ടോ. ചെറിയ ജീരകത്ത് കാണിച്ചെന്നില്ല. തിളച്ച് വന്ന് അതിലേക്ക് ശേഷം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി പുളി വേണ്ടവർക്ക് പുളി പറഞ്ഞിട്ടില്ലേ, ഒരു നുള്ളു പുളി. എന്താ പറയുക, അധികം പുളി പറഞ്ഞാൽ പുളി കയറും. നമ്മൾ തക്കാളി ഉണ്ടാകുമ്പോൾ തക്കാളി പുളി നുള്ളു പുളി മതി. നുള്ളു പുളി എന്ന് പറഞ്ഞാൽ നമ്മൾ നുള്ളു പുളി എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ വലുപ്പത്തിൽ ചെറിയൊരു കഷ്ണം ഉണ്ടാവും നാരങ്ങ, ആ വലുപ്പത്തിലുള്ള പുളി പറഞ്ഞിട്ടില്ലേ. ആ പുളി പറഞ്ഞാൽ അല്ലെങ്കിൽ തോനെ പറഞ്ഞ് കയറും. നമ്മൾ തക്കാളി ഉണ്ടാവുന്നുണ്ടെന്നറിയാം. അങ്ങനത്തെ കഷ്ണങ്ങൾക്ക് ഒരു വെന്ത് വന്ന് നമുക്ക് അതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തേങ്ങ ഒഴിച്ചു കൊടുത്ത് പിന്നെ പുളി പറഞ്ഞെങ്കിൽ കണ്ടില്ല, എന്തോ തൈല് അപ്പോൾ അത് കാണിച്ചാലും വെച്ചിട്ട് പുളി ഒഴിക്കണം. നമ്മൾ അരച്ച് വെച്ച തേങ്ങയല്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തള പൊട്ടിയ ശേഷം നമുക്ക് അതൊന്ന് കടുവറുക്കട്ടെ. അതിനെന്താ ഞങ്ങൾ കടുവറുക്കണ പോലെ കടുവറുക്കാൻ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടെന്നറിയോ, വലിയ ഉള്ളി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ അതാണ് ഇത്ര വലിയ കഷ്ണമായി എന്ന് തോന്നില്ലേ. ഈ ചട്ടി എന്താണെന്നറിയോ, ചട്ടി ഗ്യാസുമായിരിക്കണില്ല.
അങ്ങനെ ഇങ്ങനെ കറി ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം കമൻറ്റിൽ എഴുതി. എൻ്റെ വീഡിയോസ് ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് ശേഷം ഇതാ ഉള്ളി ഒന്ന് മൂത്ത ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടുക. എന്താ അത് മൂത്ത് കൊണ്ടാണ് അത് നമുക്ക് എന്താ അയക്കൊന്ന് വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട് കടിയെന്ന് അറിയുന്നത്? കറി അടിപൊളിയല്ലേ? ഇങ്ങനെ എല്ലാവരും കറി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം കമൻറ്റിൽ എഴുതി. എൻ്റെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. കറി കുഴപ്പമില്ല, സൂപ്പറായിരുന്നു. അതിന് ശേഷം ഇതാ എനിക്ക് കറി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പക്ഷെ ചട്ടിയിൽ അങ്ങനെ തന്നെ കാരണം എന്താ അടുത്ത വീഡിയോ കിടന്നവരെല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.